ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലേ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ ആണ്? ആറിൻ്റെ വാല്യൂ. ഓക്കെ, സോ ആർ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 0.6. അപ്പോൾ നമുക്ക് തന്നത് എന്താ? കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0.6 എന്ന് നമുക്ക് തന്നു. സോ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയേ. ആൻഡ് യു ആൻഡ് വി ആർ ടു വേരിയബിൾസ്. യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും രണ്ട് വേരിയബിൾസ് ആണ്. ഓക്കെ, യു ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്, വി ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ യു ആൻഡ് വി. എന്നിട്ട് അവരെന്നോട് കാണാൻ പറഞ്ഞു കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വി കാണാൻ പറഞ്ഞു. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. അതായത് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ട് യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാൻ പറഞ്ഞു. ഓക്കെ, they are given that the correlation coefficient between x and y and asked to find us the correlation coefficient between u and v. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് മുന്നേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഓൾറെഡി അവർ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ അവർ തന്ന ഇക്വേഷൻ? u ഈക്വൽ ടു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 അല്ലേ. പിന്നെ v എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നെ? v ഈക്വൽ ടു y മൈനസ് 2 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പൊ ചേഞ്ച് ഓഫ് ഒറിജിൻ മാറിക്കഴിഞ്ഞാലും ചേഞ്ച് ഓഫ് സ്കെയിൽ മാറിക്കഴിഞ്ഞാലും ആരും മാറൂല, കോറിലേഷൻ കോഎഫിഷ്യന്റ് മാറൂല. അപ്പൊ നമ്മൾ ആദ്യം ഓപ്ഷൻ നോക്കുക. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താ? 0.6. അപ്പൊ യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒന്നുകിൽ പ്ലസ് 0.6 അല്ലെങ്കിൽ മൈനസ് 0.6. ഈ രണ്ട് ആൻസർ അല്ലാതെ ഒരു ആൻസർ അവിടെ വരില്ല. അത് ആദ്യം ഓപ്ഷൻ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ലോജിക്ക് പ്രകാരം എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണോ ഒന്നുകിൽ അതാണ് യുവും വിയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ അതിന്റെ സൈന് മാറ്റിയിടുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ആൻസർ വരാൻ ചാൻസ് ഉള്ളത് ഒന്നുകിൽ 0.6 അല്ലെങ്കിലോ നെഗറ്റീവ് 0.6. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻസ് ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. 0.6 അല്ല, നെഗറ്റീവ് അല്ല, 0.6 അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആൻസർ മാത്രമേ അവിടെ ബാക്കിയുള്ളതുള്ളൂ. സോ ദ ആൻസർ ഈസ് 0.6. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഒരു പേന എടുക്കണ്ട, പേപ്പർ എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ക്വസ്റ്റ്യൻ നോക്കി ഡയറക്റ്റ് ഓപ്ഷൻ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. പക്ഷേ ഓപ്ഷനകത്ത് പ്ലസ് 0.6ഉം മൈനസ് 0.6 ഉണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയേ അല്ലെ. ഇപ്പൊ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഈ ഒരു ഓപ്ഷനകത്ത് ഒറ്റ 0.6 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഒരു പക്ഷേ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ അപ്പൊ അതെങ്ങനെ ചെയ്യുന്നുള്ള കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഓരോന്നിന്റെയും ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. ദാറ്റ് ഈസ് 1/2 അല്ലെ, x/2 1/2 അത് പോസിറ്റീവ് അല്ലേ. ഓക്കെ, ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. ദാറ്റ് ഈസ് y/3 1/3 അതും പോസിറ്റീവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സെയിം സൈൻ അല്ലെ, സെയിം സൈൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ. എങ്ങനെ സെയിം സൈൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈയും കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വി ഈക്വൽ ടു 0.6 ആസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സോ ഇതാണ് രണ്ട് ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ? നേരെ മറിച്ച് ഇപ്പൊ തന്ന കേസിനകത്ത് രണ്ടും പോസിറ്റീവ് അല്ലേ കിട്ടിയത്. ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയും വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് ചൂസ് ചെയ്യേണ്ടി വരും? നെഗറ്റീവ് 0.6. മനസ്സിലായല്ലോ? സോ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നോക്കി എക്സും വൈയും തമ്മിൽ 0.6 കണ്ടു, യുവും വിയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം, മൈൻഡിൽ ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ മൈൻഡിൽ നമുക്കറിയാം ഒന്നെങ്കിൽ പ്ലസ് 0.6 അല്ലെങ്കിൽ മൈനസ് 0.6. ഓപ്ഷനിൽ നോക്കി പ്ലസ് 0.6 മാത്രമേ ഉള്ളൂ. സോ ഒന്നും നോക്കണ്ട, നേരെ പോയി ബബിൾ ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ.